പ്രിയപ്പെട്ട പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രിയമുള്ള അംഗങ്ങളെ, സഹോദരരെ, ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു സന്തോഷ വർത്തമാനം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ പ്രോഗ്രാം നീട്ടിവെക്കുന്നതായി അറിയിപ്പ് വന്നിരിക്കുന്നു. ഈ ഇടയ്ക്ക് മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് നിർത്താൻ പോവുകയാണ്, ഈ സീസൺ 9ാം സീസൺ നിർത്താൻ പോവുകയാണ് എന്നൊരു അനൗൺസ്മെൻറ്റ് കേട്ടിരുന്നു. അത് കേട്ട മലയാളികൾ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ അല്ലാതെ തന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് വളരെ വലിയൊരു വേദനയുണ്ടാക്കിയ ഒരു അനൗൺസ്മെൻറ്റായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെൻറ്റിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ഒരുപാട് ആളുകളുടെ ഉണ്ടായിരുന്നു. നവമാധ്യമങ്ങളിലെ പോസ്റ്റിങ്ങുകളുണ്ടായിരുന്നു. എന്തോ എനിവേ, ഏഷ്യാനെറ്റ് ഈ കലാഹൃദയം നൊമ്പരപ്പെടുന്ന കലാഹൃദയങ്ങൾ, പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇത് തുടർന്നും കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു അനൗൺസ്മെൻറ്റ് ഇന്നുണ്ടായിരിക്കുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. എൻ്റെ മകൻ ദിവാകൃഷ്ണ പാട്ട് വർത്താനം എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്യുന്ന എൻ്റെ മകൻ ഇതിനകത്ത് പാട്ട് വിശേഷങ്ങളുമായി വരുന്നുണ്ട്. ഗംഭീരമായി മുന്നോട്ട് പോകുന്ന ഈ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ മേമ്പൊടിയായി ദിവാകൃഷ്ണയും നിന്ന് കാണുമ്പോൾ ഞങ്ങളെ നാട്ടുകാർക്കും എല്ലാവർക്കും, പാറശാലക്കാർക്കും തിരുവനന്തപുരത്തുകാർക്കും മൊത്തത്തിൽ മലയാളികളായ എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സംഗതി കൂടെയായിരുന്നു. അത് പെട്ടെന്ന് നിർത്തുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു ചെറിയ ഒരു മനോവിഷമം ഇങ്ങനെ തോന്നി. അപ്പോൾ എന്തായാലും ഈ സ്റ്റാർ സിംഗർ പ്രോഗ്രാം നീട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ച ഏഷ്യാനെറ്റിൻ്റെ നടപടിയിൽ വളരെ സന്തോഷം. കുട്ടികളെ, ഇത് അവസാനം നിൽക്കുന്ന കുട്ടികളെ കണ്ടില്ലേ, എന്ത് സൂപ്പർ സിംഗേഴ്സാണ് കുട്ടികൾ. അവർ പാടുന്ന പാട്ടുകൾക്ക് എന്തോ ഒരു റിയാലിറ്റി ഷോ ആണ്. അതിൽ അവർ റിയലായി തന്നെ അങ്ങ് പാടി തിമിർക്കുകയാണ്, തകർക്കുകയാണ്. അപ്പോൾ അവിടെ ചിത്ര ചേച്ചിയുടെ സാന്നിധ്യം, അതുപോലെ വിധുപ്രതാപിൻ്റെ, സിത്താര ബാലകൃഷ്ണൻ്റെ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച കോമ്പറായി വരുന്ന ആ കുട്ടിയുടെ ഒക്കെ ഭയങ്കര രസകരമായ കാഴ്ചകളാണ് നമ്മൾ ആ സമയം കാണുന്നത്. വർഷ എന്ന കുട്ടി നല്ല ഒരു കോമ്പിയറാണ് ആ കുട്ടി. അപ്പോൾ ഗംഭീരമായി നടന്നു വരുന്നു. കുട്ടികൾ നന്നായി പാടുന്നു, ഒന്നിനൊന്നിനും മെച്ചം. ഇന്ന് കാണിക്കാൻ പോകുന്ന ആ എപ്പിസോഡ് തന്നെ ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുന്നു. ഇതിൽ തന്നെ ഒരു കുട്ടിക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു ആൾ രംഗത്ത് വന്നിരിക്കുന്നു. എല്ലാം കൊണ്ടും ഗംഭീരമായ അവസ്ഥയിലോട്ട് നീങ്ങുന്ന ഈ സ്റ്റാർ സിംഗർ, അത് മലയാളം മാത്രമല്ല, തമിഴ് പാടുന്നു, ഹിന്ദി പാടുന്നു, ഏകദേശം നല്ല നിലവാരത്തിൽ ഭംഗിയായി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിൽ പാടുകയാണ്. ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ജഡ്ജസ് ആകെ കുഴയും. ഇത് ആരെയും പിടിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിള്ളേരങ്ങ് പാടി തകർത്തങ്ങ് പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ, എന്നെപ്പോലുള്ള ആളുകളുടെ, ഈ 10-60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ആ ഒരു ആഗ്രഹം, ഈ സീനിയർ സിറ്റിസൺസായിട്ട് വീട്ടിലിരുന്നും ഒക്കെ ഇത് പ്രോഗ്രാം കണ്ട് സന്തോഷിക്കുന്ന ഞങ്ങളുടെയൊക്കെ മനസ്സിന് നല്ല ഒരു തീരുമാനമാണ് ഏഷ്യാനെറ്റ് ഇന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഏഷ്യാനെറ്റിന് കരുത്തും ബലവും കൊടുത്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഓഡിയൻസ് ധാരാളം പേരുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം എന്ന വിനീതമായ അഭ്യർത്ഥനയോടെ ഈ ഒരു അനൗൺസ്മെൻറ്റ് എൻ്റെ എല്ലാ സൗഹൃദങ്ങളോടും ഞാനിത്, ഏഷ്യാനെറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്,
ഇത് തുടർന്നു കൊണ്ടുപോകുന്നു, സ്റ്റാർ സിംഗർ തുടർന്നു കൊണ്ടുപോകുന്നു, നിർത്തുന്നില്ല തൽക്കാലം എന്ന അനൗൺസ്മെൻറ്റ് നിങ്ങളേവരെയും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹകരണവും എൻ്റെ മകൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ദിവാകൃഷ്ണയ്ക്ക് കൂടെ നിങ്ങളുടെ ഒരു ശ്രദ്ധയും അനുഗ്രഹവും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.